ഹായ് മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്കുമ്മലാണ് ഞാനും ഇക്കയും, പിന്നെ ഞങ്ങളെ കൂടെ ഞങ്ങളെ മക്കളുണ്ട് കേട്ടോ. അവരും വരുന്നുണ്ട്. അപ്പോൾ എവിടേക്കാണെന്നല്ലേ, ഒരു മീറ്റപ്പ് ഉണ്ട്. എവിടെ? ചേളാരിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അറിഞ്ഞ് കാണും, എല്ലാവരും വീഡിയോ ഇടുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, ഞാൻ എന്താ ഇടാൻ പോകുന്നു. അപ്പോൾ ആ വിശേഷങ്ങൾ കുറച്ച് ഞാൻ പറയാം കേട്ടോ. പരപ്പരങ്ങാടി ചെട്ടിപ്പടി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയിരിക്കുന്നത്. പിന്നെ സ്റ്റാർട്ടിങ് എടുത്തിട്ടില്ല. പിന്നെ വളരെ ഹാപ്പിയിലാണ്. ഞങ്ങളുടെ ബൈക്കിൽ മക്കളുമുണ്ട്. അവരാദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു മീറ്റപ്പാണ്. പിന്നെ വളരെ ഹാപ്പിയിലാണ് പോകുന്നത്. എല്ലാവരും ഒന്ന് കണ്ടുമുട്ടാലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി നമ്മളിവിടെ നിന്ന് എടുക്കാം. എന്താ ഞങ്ങളിവിടെ എത്തിയിട്ടോ. നമ്മളെ പരിപാടി നടക്കുന്ന ഹാളാണിത് കാണുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പ്രവേശിക്കട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത കാര്യങ്ങളൊക്കെ കുറേശ്ശെ ഞാൻ കാണിച്ചു തരാം. ബാക്കി ഒരുപാട് പറയണത് നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, നമ്മൾ പിന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്, മോളും. അപ്പോൾ പിന്നെ അവർ വന്നതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറുള്ളൂ. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ്റെ അടുത്തേക്ക് ഒന്ന് പോവാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞു. പിന്നെ നമുക്ക് ടാഗും കിട്ടി. ടാഗ് കിട്ടിയവർക്ക് ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. പിന്നെ ഫുഡിൻ്റെ ടോക്കനും ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ട് ഇവിടെ. സുറുമിയും പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ അതാണ് ടാഗ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കണക്കാകും കിട്ടിയിട്ടുണ്ട്. നമ്മൾ തിരൂരിൽ നിന്ന് 1.5 മണിക്കൂർ റണ്ണിങ് ഉണ്ട് കേട്ടോ അങ്ങോട്ട്. പിന്നെ നേരത്തെ എത്തണം എന്നുള്ള ഇതിൽ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ കണ്ണിന് ഉറക്കം വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈസി കുക്കിൻ്റെ ഒരു ഇത് ഉണ്ട് ഇവിടെ. ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് നമ്മളോട് സ്റ്റോറി ഇടാനാണ് പറഞ്ഞിരുന്നത്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതാർക്ക് കിട്ടിയോന്നുള്ള അറിയില്ല. ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ളവർക്ക് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വെൽക്കം ഡ്രിങ്ക്സ് ഇപ്പോൾ കുടിച്ചിട്ടില്ല. ഞാൻ ഹാള് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. അപ്പോൾ എ സിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളൂ. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. പുറത്ത് ദൂരമുള്ളവരൊക്കെ വന്നിട്ടില്ല. സ്റ്റാർട്ടിങ് ഒരു 8-9 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. എങ്ങനെ ആയാലും ഒരു 10 മണിയൊക്കെ ആവും സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഞാനവിടെ പോയി ഒന്ന് ഇരുന്നുള്ളൂ. 1 മാസത്തോളമുള്ള കാത്തിരിപ്പാണ്. പിന്നെ ഇതിൽ കൂടാതെ നമുക്ക് പ്രമോഷനായിട്ട് 4 കണ്ടൻറ്റ് തന്നിരുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും ഞാനത് ചെയ്തു. ഒത്തിരി വർക്കിൻ്റെ ഇടയിൽ കൂടെയും സന്തോഷം, അതിനുള്ള പ്രതിഫലം എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് കിട്ടി. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും നമ്മളിതാ വെൽക്കം ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. 2-3 ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ 2 ഐറ്റം എടുത്ത് കുടിച്ചു. ദാഹിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും പല പ്രതിസന്ധി ഘട്ടത്തിലും ചാനൽ ഒഴിവാക്കിയാലോന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് മനസ്സിലായി, നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു ഉത്തരം ഉണ്ടാവുമെന്ന്. അപ്പോൾ പ്രോഗ്രാം തുടങ്ങാറായി. നമുക്ക് ഹാളിലേക്ക് പോയാലോ? പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം. നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളാണ്. നിങ്ങളൊക്കെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞത് തന്നെ ഈ ഒരു സംഗമത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് അനുഭവമായിട്ട് കാണുകയാണ്. റസീന ടീച്ചർ അടിപൊളി മാപ്പിളപ്പാട്ടാണ് കേട്ടോ. പക്ഷേ ഒരു രക്ഷയില്ല, നമുക്കിതിലിടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും. അതുപോലെ ഒത്തിരി പേര് നല്ല ഹിന്ദി സോങ്ങും മാപ്പിള സോങ്ങും ഒക്കെ ആയിട്ട് അടിച്ചുപൊളി ഇതുപോലെ ഓരോ ഗ്രാമീണ വീട്ടമ്മയും വിദ്യാർത്ഥിയും ചെറിയ ക്രിയേറ്റേഴ്സ് മുതൽ വലിയവർ വരെ ഓരോരോ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ റീൽസ് ഒരു കാഴ്ച മാത്രമല്ല, ദിശയും കൂടിയാകണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ ഉത്തരവാദിത്തം മനസ്സിലാക്കി സമൂഹത്തിൽ വലിയ രീതിയിൽ സ്വാധീനിക്കുകയാണ്. ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിലൂടെ സമൂഹത്തിനുണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ്. നമ്മുടെ റീൽസ് ഒരു കാഴ്ച മാത്രമല്ല, ദിശയും കൂടിയാണ്. സാബിതയുടെ നല്ല അർത്ഥവത്തായ വാക്കുകൾ, അതുപോലെ തന്നെ മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് കിട്ടിയത് എൻ്റെ ഭാഗ്യമായി കരുതുന്നു ഞാൻ. പിന്നെ സ്പോൺസർമാരെ ആദരിക്കലായിരുന്നു. മാഷാ അല്ലാ, സോഷ്യൽ മീഡിയ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിൽ ഒരു നിമിഷമാണ് ഇത്. നമ്മുടെ മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ്, ബെസ്റ്റ് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അവാർഡ് വിന്നറായിട്ട് എനിക്കും ഒരു അവാർഡ് കിട്ടി.
വളരെയധികം സന്തോഷം. മിനിസ്റ്ററുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അത് കിട്ടിയാൽ ഞാൻ എന്തായാലും നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്യും. ഇത് പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും കിട്ടിയുള്ള മൊമെൻ്റ് ആണ്. നമുക്ക് പ്രതിജ്ഞ ചൊല്ലാം. എല്ലാവരും കൈയൊന്നും ഇങ്ങനെ ഒരു കൈയെങ്കിലും ഇങ്ങനെ പിടിക്കാം. എണീറ്റ് നിൽക്കാൻ പറ്റുന്നവരൊക്കെ എന്ന് എണീറ്റ് നിൽക്കാം കേട്ടോ. നമ്മൾ പ്രതിജ്ഞ ചൊല്ലുകയാണ്. നമ്മൾ വ്ളോഗേഴ്സ് ആണ്, ഇൻഫ്ലുവൻസ് ആണ്, നമ്മുടെ നാടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. നമ്മളെല്ലാവരും ചേർന്ന് ലഹരി ഉപയോഗിക്കരുത്, സിന്തറ്റിക് ഡ്രഗ് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ള പ്രതിജ്ഞ നമ്മൾ ചൊല്ലുകയാണ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ. ഇതെന്റെ ഉന്മേഷമുള്ള ഉറച്ച പ്രയത്നമാണ്. ആരും ലഹരി ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതെന്റെ ശരീരത്തെയും മനസ്സിനെയും ചുരണ്ടി തിന്നുന്ന വിഷമാണ് എന്ന് എനിക്കറിയാം. സ്വപ്നങ്ങളെ ചിതറിക്കുന്ന, എന്റെ കുടുംബത്തെ കരിയിക്കുന്ന, എന്റെ നാടിനെ ആഴത്തിലയറ്റുന്ന ഈ മയക്കുമരുന്ന് എന്ന വെറുക്കപ്പെട്ട ശത്രുവിനെ ഞാൻ തള്ളിപ്പറയും. ഞാൻ വൈതെറ്റില്ല, ഞാൻ വിജയിക്കും, ഞാൻ നേർവഴിയിൽ മുന്നേറും, ഞാൻ മാതൃകയാകും. ഞാൻ പറയുന്നത് ഉറപ്പായ വാക്കാണ്. ഞാൻ ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. ഇതെന്റെ പ്രതിജ്ഞയാണ്. പ്രതിജ്ഞ കേട്ടല്ലോ. സജിത സാജി 5 മക്കളെയും കാണാനായി സന്തോഷം, വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ സുറുമയും ഞാനും കൂടെ ഫോട്ടോ എടുത്താണ്. കുറച്ച് പേരെ ഫോട്ടോസിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. ജംഷീദാണ്. ജംഷീദിൻ്റെ കൂടെ ഞങ്ങൾ 2 ആളാണ് നിൽക്കുന്നത്. പിന്നെ ഇത് അസർഫുന്നിസ, അതുപോലെ ഒത്തിരി പേര് എല്ലാവരും ഞങ്ങൾ എടുത്ത ഫോട്ടോ എടുത്തൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു യൂട്യൂബറും കൂടെ ഉണ്ടായിരുന്നു. യൂട്യൂബ് ടിപ്സ് പറയുന്ന ചാനലിൻ്റെ ഓണർ AVS യൂട്യൂബ് ടിപ്സ്. അവിടെ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നുണ്ട്. തോന്നി, പക്ഷേ നിങ്ങളുടെ നല്ല വീഡിയോ ചെയ്യാൻ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ ചാനൽ മോണിറ്റൈസേഷൻ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഉണ്ടല്ലേ? അത് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ടും റീച്ച് ആവുന്നില്ല എന്നുള്ളൊരു പരിഭവം, പരാതി ഉണ്ടോ? ഒരുപാട് ആൽബഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ജംഷീദ് മഞ്ചേരി നിറഞ്ഞ കൈയിടിയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ. പ്രിയപ്പെട്ട കലാകാരൻ, ഈ അടുത്ത് സൂപ്പർഹിറ്റായ ഒട്ടനവധി ആൽബഗാനങ്ങൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ കലാകാരനാണ്, നമ്മുടെ നാട്ടുകാരനാണ്, മലബാറിന്റെ പ്രിയപ്പെട്ട ഗായകനാണ് ജംഷീദ് മഞ്ചേരി. അദ്ദേഹത്തെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ യുവജനോത്സവ വേദികളിൽ കലാപ്രതിഭ പട്ടം ചൂടി. 2015 എന്നും ഞാൻ വരുവോളം എന്ന ഹിറ്റ് ഗാനത്തിൽ തുടങ്ങി സംഗീതാസ്വാദകരുടെ മനസ്സിനെ ഈറനണിയിച്ച പ്രിയ പാട്ടുകാരൻ. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലൂടെ മില്യൺ കണക്കിന് ആരാധകരെ ചുരുങ്ങിയ കാലം കൊണ്ട് സ്വന്തമാക്കി വേദികളിൽ നിന്ന് വേദികളിലേക്ക് ജൈത്രയാത്ര തുടരുന്ന സ്വരമാധുര്യം. ജോസഫ്, എന്താണ് നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. കേരള സ്റ്റേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഫാമിലി മീറ്റിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. എല്ലാ ആളുകളും തന്നെ യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ്. കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടിരിക്കല്ലേ? എന്താ ആർക്കും ഒരു ഉഷാറില്ലല്ലോ? ഉണ്ടാവില്ലേ? ഓക്കെ. അപ്പൊ എന്താണ് ഒരു 1-2 പാട്ടുകൾ നമുക്ക് പാടാം. കൂടെ പാടുമല്ലോ എല്ലാവരും അല്ലേ? ഓക്കെ. ലാസ്റ്റ് ആവുന്നതിന് മുമ്പ് ഗ്രൂപ്പ് ഫോട്ടോയിലും ഗ്രൂപ്പ് വീഡിയോയിലും ഒന്നും ഞങ്ങൾ നിന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിരുന്നു. ബേപ്പൂരാണ് ഇപ്പോൾ ഞങ്ങൾ. അപ്പോൾ ഇവിടെ നല്ല രസമാണ് കേട്ടോ. മക്കൾക്ക് ഇവിടെ കാണാമെന്ന് പറഞ്ഞിട്ട് അവർ ഇതും കൂടെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതും കൂടെ കഴിഞ്ഞിട്ട് മോന്തിയാകുമ്പോഴത്തേനും അവിടെ എത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് പോന്നു. അപ്പോൾ ആ ഫോട്ടോസും മറ്റുള്ളതൊന്നും എടുക്കുന്നതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല ഞങ്ങൾ 2 പേരും. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് മനോഹരമായിട്ട്, ഇവിടെയൊക്കെ നല്ല പതച്ച വെയിലായിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത്. അപ്പോൾ കുറച്ച് റീൽസും പിന്നെ അവിടെ കുറച്ച് പേരെ ഇരുന്നു. പിന്നെ മോന്തി മഗ്‌രിബ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറപ്പെട്ടു. വേഗം പിന്നെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അതിമനോഹരമായ ഈ ബേപ്പൂരിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക്
അപ്പോൾ വീഡിയോ കഴിഞ്ഞു. ഇൻഷാ അല്ലാ വേറൊരു വീഡിയോസുമായി വരാം.